ഇന്ന് നമ്മളെ ഇത് എന്നാന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. കൊഴുവ മീൻ. കൊഴുവ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുവ തന്നെ പലതരത്തിലുണ്ട്. സൂചി കൊഴുവയുണ്ട്, വലിയ കൊഴുവയുണ്ട്. നമുക്ക് കിട്ടിയത് വലിയ കൊഴുവയാണ്. അത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഒരു കൊഴുവ രണ്ടാക്കി കട്ട് ചെയ്തെടുത്തതാണ്. സ്വല്പം വലുതായതുകൊണ്ട് ഇതിന് നത്തോലി എന്നൊക്കെ പറയപ്പെടും. സൂചിക്കൊഴുവയാണ് പീര ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ്. ഇപ്പം അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഈ കൊഴുവ മേടിച്ച് ക്ലീൻ ചെയ്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ ചേർക്കേണ്ട സംഗതികൾ നമുക്ക് കാണിക്കാം. ഈ കൊഴുവ വെച്ച് ഓൾറെഡി ഒരു പീര ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇരുമ്പമ്പുളി ചേർത്തുള്ള പീരയായിരുന്നു. ഇത്തവണ നമ്മൾ പുളിക്ക് പകരം ഇരുമ്പമ്പുളിയല്ല, പകരം കൊടംപുളി സിറപ്പ്. ബാക്കിയെല്ലാം മറ്റേതുപോലെ തന്നെ. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ആവശ്യത്തിനുള്ള തേങ്ങാപ്പീര, തേങ്ങ ചിരണ്ടിയത് കേട്ടോ. അതൊക്കെ ടേസ്റ്റിനനുസരിച്ച് തേങ്ങ ചേർക്കാം. പിന്നെ അതിനാവശ്യമുള്ള ചെറിയ ചുമന്നുള്ളിയാണ് തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. ചുമന്നുള്ളി ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. സവോള ചേർത്താലും കുഴപ്പമില്ല, പക്ഷെ ചെറിയ ഉള്ളിയാണ് നല്ലത്. അത് ഇത്രയും നമ്മളൊരു ബൗളിൽ ചേർത്തിട്ടുണ്ട്. അതിലൊരു 3 ദളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതെ, അത് രണ്ടാക്കി പിളർന്നെടുത്തേക്കണം കേട്ടോ. വെളുത്തുള്ളി സ്വല്പം മതി ഇതിന്. ചുമന്നുള്ളിയാണ് കൂടുതൽ. ഇതിലും കൂടുതൽ ഇട്ടാലും നല്ലതാണ്. അപ്പം ഞാൻ ഇത് വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യുവാണ് ചുമന്നുള്ളി. പിന്നെ എരിവിന് ആവശ്യത്തിന് നമ്മുടെ സ്വന്തം കാന്താരി മുളക് പഴുത്തത് ഉണ്ട്, പച്ചയുണ്ട്. കാന്താരി ആകുമ്പോൾ നല്ല എരിവായതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുണ്ട്. അത് നടുവേ ഒന്ന് കത്തി കൊണ്ട് കീറിയിട്ടുണ്ട് കേട്ടോ, എരിവ് ഇറങ്ങാൻ വേണ്ടി നടുവേ. അല്ലെങ്കിൽ ചതച്ചെടുക്കണവർക്ക് ചതച്ചെടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞേച്ച് ചെറുതായിട്ട് നുറുക്കിയെടുത്തേക്കണത്, ഇഞ്ചിയുടെ പീസ്. പിന്നെ നമുക്കത് കുടംപുളി സിറപ്പ് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്നത്. അത് ചേർക്കുമ്പോൾ ഒഴിക്കുന്നത് കാണിക്കാം നമുക്ക് എത്രത്തോളാന്നുള്ളത്. പിന്നെ ഉപ്പ് വേണം. ഇതെല്ലാം കൂടെ തിരുമുമ്പേ ഉപ്പും മഞ്ഞൾപ്പൊടിയും കാണിച്ചു തരാം. എരിവിന് നമ്മൾ കാന്താരിമുളക് യൂസ് ചെയ്യണം. ഇത്രയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഇനി നമുക്ക് തിരുമി വെക്കാം. ഇതെല്ലാ സംഗതികളും ചേർത്ത് തിരുമി ഒരു 20 മിനിറ്റെങ്കിലും മിനിമം ഇരിക്കണം. ഒഴിവയിലേക്ക് ഒരു ഉദ്ദേശ പാകത്തിന് ഉപ്പ് ചേർത്ത് പോരായി ഉണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കാം. പിന്നെ എല്ലാം അങ്ങ് ചേർക്കാം. തേങ്ങാപ്പീര ഇന്നതൊന്നില്ല കേട്ടോ, എല്ലാം ഒന്നിച്ചങ്ങ് ചേർക്കാം. ഇഞ്ചി, കാന്താരിമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി കേട്ടോ. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കുടംപുളി സിറപ്പും കൂടെ ചേർത്ത് വെച്ച് കൈ കൊണ്ട് ഞരടിയെടുക്കാം. പുളിക്ക് ആവശ്യത്തിനനുസരിച്ച്. അതെ, അത് എത്രത്തോളം പുളി വേണമെന്നനുസരിച്ച് അതനുസരിച്ച്. തൽക്കാലം ഇത് വെച്ചേച്ചൊന്ന് തിരുമി നോക്കാം. തിരുമി നോക്കിയിട്ട് കുറവുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചേർത്താൽ മതി. കൈ ക്ലീൻ ചെയ്ത് എടുക്കുക, നന്നായിട്ട് തിരുമുക. എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടിയാ കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കണം, അത് മറന്നുപോയില്ല, എടുത്ത് ചേർക്കട്ടെ കേട്ടോ. ഒരു പൊടിക്ക് എരിവിന് മറ്റേ മുളക് പൊടി ചേർക്കണില്ല കേട്ടോ. എരിവ് മുളക് പൊടി ഒന്നും ചേർക്കണില്ല, കാന്താരിയുടെ എരിവ് മതി. അതാ ടേസ്റ്റ്. കാന്താരി ഇല്ലാത്തവർ പച്ചമുളക് ചേർത്താലും നല്ലതാണ്. മഞ്ഞൾപ്പൊടി അത് ആവശ്യത്തിന്. അതെ. അതിപ്പോൾ പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്താൽ മതി. പുളിക്ക് നല്ല നൂറുള്ളത് കൊണ്ട് ഇത്രയും മതിയാവും നമുക്ക്. ആ പുളി നമുക്ക് പിന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചിരുന്നിട്ട് വേവിക്കാൻ അടുപ്പത്ത് വെക്കണതിന് മുമ്പ് പുളി എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുറവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി ഇത് മൂടി വെച്ച് ഇവിടെ ഇരിക്കട്ടെ. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ അടുപ്പത്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് വെട്ടി ഒരുക്കി റെഡിയാക്കി എടുക്കണ താമസേ ഉള്ളൂ. കൊഴുവയുടെ ഇത്രേ ഉള്ളൂ മൂടി വെക്കാൻ. അപ്പം ഇത് നമ്മുടെ കൊഴുവ പീര ഉണ്ടാക്കാനായിട്ട് പുളിയും മുളകും ഇഞ്ചിയും ഒക്കെ ഇട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ്. 20 മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കണം. അതിന് ശേഷമാണ് ഇനി നമ്മൾ ഇതിൻ്റെ കുക്കിങ്ങിലേക്ക് കടക്കുന്നത്. നമ്മുടെ കൊഴുവ പീര വറ്റിക്കാനുള്ള നമ്മൾ അരപ്പല്ല, തേങ്ങയും അതിൻ്റെ മിക്സ് എല്ലാം കൂടെ കലർത്തി മിക്സ് ആവാനായിട്ട് ജോയിൻ്റ് ആവാനായിട്ട് വെച്ചിരുന്നില്ലേ, അത് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഞാനൊന്ന് തൊട്ട് നോക്കാം. പച്ചക്കൊഴുവ കേട്ടോ, വേവിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ഉപ്പും എരിവും പുളിയും എങ്ങനെയാണ്, അതെന്തെങ്കിലും ചേർക്കണമെങ്കിൽ ഇപ്പം നമുക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തേച്ച് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ. നോക്കട്ടെ. ഒരു പൊടിക്ക് പുളിയും വേണം, ഉപ്പും വേണം. പൊടിക്ക് മതി, പുളിയുണ്ട് എന്നാലും ഇച്ചിരിയുടെ പുളി ഇതിലേക്ക് ഇറങ്ങും. പുളി സിറപ്പാട്ടോ, കുടംപുള്ളിയുടെ സിറപ്പ് ഉരുക്കി വെച്ചിരിക്കണം. അതെ, ഇത് മതിയാവും. പിന്നെ ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർക്കാം. അത് മതി. ഞങ്ങൾക്ക് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾക്കൊക്കെ ഇവിടെ മഴയുണ്ടോ? ഇവിടെ ഈ
കാലവർഷം പോലെ ഒരു മഴയായി ഇപ്പൊ ന്യൂ ഇയർ കഴിഞ്ഞിട്ടല്ലേ. ചിറാപ്പുഞ്ചി പോലെ ഉണ്ട്, 24 മണിക്കൂർ മഴയാ. ഒരു കഴിഞ്ഞ സൺഡേ ഞങ്ങൾ ലൈവില് വന്ന അന്ന് തുടങ്ങിയ മഴയാണ്. എല്ലാ ദിവസവും മഴയുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അതുകൊണ്ട് എനിക്ക് ഈ മഴ വലിയ ഇഷ്ടമാണ്, തണുപ്പ. അങ്ങനെ ഈ സമയത്തൊരു മഴക്കാലം പ്രതീക്ഷിച്ചതല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തുലാവർഷത്തിന് പകരമുള്ള മഴയാന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് മതിയാവും, പുളി വെക്കും. പിന്നെ ഇതിങ്ങനെ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് വേവണം. ഇതിലൊട്ടും വെള്ളം ഒഴിക്കണ്ട. എന്താന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നാച്ചുറലായിട്ട് വെള്ളം വരും. പിന്നെ ഇനി എന്തെങ്കിലും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി താളിച്ച് കൊടുത്താൽ മതി. പുളിയുടെ വെള്ളവും ഫിഷിൽ നിന്നും ഒക്കെ വെള്ളം ഇറങ്ങും കേട്ടോ. ഇവിടെ കിടന്ന് നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് മതിയാവും വേവാനായിട്ട്. ഇത് മൂടി വയ്ക്കാം. ഇത് ശരിക്കും മൂടി വയ്ക്കാനില്ലേ ഇങ്ങനത്തെ മൂടികയല്ല വേണ്ടത്. മൺചട്ടിയുടെ മൂടിക ഇങ്ങനെ ഒതുങ്ങിയിരിക്കാൻ പാകത്തിനുള്ളത് നല്ലതാണ്. ഒന്ന് ഇല്ലെങ്കിൽ വാഴയില വെട്ടിയിട്ടാലും നല്ലതാണ്. പക്ഷെ മഴ ആയതുകൊണ്ട് വാഴയില വെട്ടാൻ പോകാൻ പറ്റൂല. അപ്പൊ ഇപ്പൊ ഫുൾ ഫ്ലെയിമിലാണ് ഞാൻ മീഡിയത്തിലേക്ക് മാറ്റുക. ഇവിടെ കിടന്നായിക്കോളും, ആവട്ടെ. നമുക്ക് വേവുമ്പോൾ കാണിക്കാം. നമുക്കൊന്ന് ഇളക്കി വിടാം. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി വിട്ടായിരുന്നു. ദേ മീനിൽ നിന്ന് ഇറങ്ങിയേക്കണ വെള്ളം കണ്ടോ. ഒന്ന് മീനിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും, 2 പുളിയോട്ടയ്ക്ക് പകരം നമ്മൾ പുളി ഉരുക്കിയതല്ലേ ചേർത്തേക്കണം. അപ്പം അതിൻ്റെ വെള്ളവും കൂടെ ആകുമ്പോൾ ഇത് ധാരാളം മതി. ഇപ്പം ദേ നമ്മൾ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തത് മീൻ ഇട്ടേ ഉള്ളൂ. പക്ഷെ അതെല്ലാം ഇപ്പൊ പൊടിഞ്ഞു പോലെ ആയി. നല്ല സ്മെല്ല്. ഇനിയിപ്പൊ സ്മെല്ല് അതിപ്പോ ഇഞ്ചിയുടെയും കാന്താരിമുളകിന്റെയും ചുവന്നുള്ളിയുടെ ഒക്കെയാ. ഇനിയിപ്പൊ ലാസ്റ്റ് ഒരു ടിപ്പുണ്ട് ഇതിന്. ഏറ്റവും ലാസ്റ്റ് വെള്ളമൊക്കെ വറ്റി വെന്ത് കഴിയുമ്പോ സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. അപ്പൊ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോ ഒരു 5 മിനിറ്റോടെ മതി. ഇതേ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് വേവിക്കണം. അല്ലെങ്കിൽ വെള്ളം വറ്റും, സാധനം വേവൂല. അപ്പൊ ഇനി നമുക്ക് മൂടി വെക്കാം അല്ലേ. മൂടി വെക്കാം. നല്ല സൂപ്പറായിട്ട് വെന്തു. ഞാൻ ഇളക്കി ഒന്ന് കാണിക്കാം. എന്തിനാന്ന് വെച്ചാൽ വെള്ളം സൂപ്പർ വെള്ളമൊക്കെ വറ്റി ഒരു സ്വല്പം നനവിങ്ങനെ നിർത്തി നമ്മൾ ഓഫ് ചെയ്യണം. എന്നാന്ന് വെച്ചാൽ ചട്ടിയിൽ ചൂടുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഇതിൽ നിന്ന് വലിയും, ചട്ടി വലിക്കും നനവ്. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. സ്വല്പം ഉലുവ പൊടിച്ചത്, ഞാൻ പൊടിച്ച ഉലുവ തീർന്നിരിക്കുമോ ഇവിടെ, അതുകൊണ്ട് ഞാൻ സ്വല്പം അമ്മക്കല്ലിൽ ചതച്ചെടുത്തതാട്ടോ. അത് ചേർക്കണം. അതുകൂടാതെ കറിവേപ്പില നമ്മൾ ചേർത്തില്ലാഞ്ഞല്ലോ. ലാസ്റ്റ് കറിവേപ്പില സ്വല്പം കീറി അങ്ങ് ഇട്ടേച്ചാൽ മതി. അതതിൻ്റെ ടേസ്റ്റ് വന്നോളും കറിവേപ്പില. ഇത് കൂടാതെ ഒരൈറ്റം ഇതിന് ചേർക്കും. പണ്ടത്തെ കാലത്ത് മീനൊക്കെ മുളക് ചാറ് കറി വെക്കുമ്പോൾ മീനൊന്നും വരട്ടിയല്ല വെച്ചോണ്ടിരുന്നത്, അല്ല അരപ്പ് വരട്ടിയല്ല വെച്ചോണ്ടിരുന്നത്. അപ്പം ചെയ്യണ ഒരു ടിപ്പാണ്, മീൻ വെച്ച് കഴിയുമ്പോൾ സ്വല്പം പച്ച വെളിച്ചെണ്ണ. അതുപോലെ തന്നെ പീരയ്ക്കും ഒരു പൊടിക്ക് പച്ച വെളിച്ചെണ്ണ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവും പുളിയും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. ഇനി ഈ വെളിച്ചെണ്ണയും ഉലുവയൊക്കെ ചേർത്ത് കറിവേപ്പിലയും ചേർത്തില്ല ഒന്ന് ഇളക്കി വിടുക. ഇളക്കി മൂടി പൊത്തി വയ്ക്കുക. എന്നിട്ട് ഒരു ഇപ്പം തന്നെ കഴിച്ചു തുടങ്ങാം. എപ്പോൾ വേണമെങ്കിലും ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് കഴിക്കുവാണെങ്കിൽ വെളിച്ചെണ്ണയുടെയും ഉലുവയുടെയും ഒക്കെ സ്വാദ് അതിലേക്ക് ഇറങ്ങിക്കോളും. അപ്പം എല്ലാ മനുഷ്യരും ചെയ്യുന്ന ഒരു ഐറ്റാണ് ഈ പീര. ഇത് ഈ കൊഴുവ വെച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ സൂചിക്കൊഴുവയാണ് ഏറ്റവും നല്ലത്. ഇത് മുഴുത്തതാക്കിയിട്ട് നത്തോലി എന്നാണ് ഇതിന് പറയണത്. പിന്നെ അതുകൂടാതെ ചെറിയ പൊടിമീനുകളൊക്കെ വെച്ച് ചെയ്യാം, ചെറിയ ചാളയും വെച്ച് തയ്യാറാക്കാം. പക്ഷെ ഏറ്റവും നല്ലത് സൂചിക്കൊഴുവയായിരിക്കും ഇത് ചെയ്യാൻ. അപ്പം അങ്ങനെ എല്ലാവർക്കും ഒക്കെ അറിയാമെങ്കിലും എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇതിൽ നിന്ന് എല്ലാവർക്കും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ചെറിയ അറിവുകൾ. അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കി പതിവ് പോലെ ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു വിഭവമാണ്. പണ്ടുള്ളവർ കഴിച്ചിട്ട് എപ്പോഴും പറയാറുണ്ട് പിന്നെയും പിന്നെ വേണം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ രുചിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ മുള്ളൊന്നും ശ്രദ്ധിക്കണം. സോഫ്റ്റ് മുള്ളാണ്, പക്ഷെ എങ്കിലും ആ മുള്ള് വളരെ ശ്രദ്ധിച്ച് വേണം കഴിക്കാനായിട്ട്. തൊണ്ടയിലൊക്കെ പോയാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. അതർവൈസ് വെരി വെരി ടേസ്റ്റി ഡിഷാണ്. എപ്പോഴും കഞ്ഞിയുടെ ഒപ്പം ചോറിന്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന അതി നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കറിയാണിത്. മനസ്സിലാവൂലോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.